ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ റീനീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. മക്കളെ, +2 ടോപ്പിക് ഒക്കെ അത്യാവശ്യം നിങ്ങൾ എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് റിവൈസ് ചെയ്തു, എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ +1 ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ്. +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ആണ്. നിങ്ങൾക്കറിയാം, ലോസ് ആയിക്കോട്ടെ, ഇനിയും പഠിക്കാൻ പോകുന്ന റൊട്ടേഷണൽ മോഷൻ, ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ച മോഷൻ ഇൻ എ പ്ലെയിൻ, അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ എടുത്താലും ഒരുപാട് കോണ്ടന്റുകൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. അപ്പൊ ഇതെല്ലാം പറയുക എന്നതല്ല ഉദ്ദേശം. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തൽ നടത്തി, കഴിഞ്ഞ ജെഇക്കൊക്കെ ചോദിച്ച കുറെ നല്ല ക്വസ്റ്റ്യൻസ്, കൂടുതൽ ജെഇ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വേറൊന്നിനുമല്ല, റീനീറ്റ് വരുന്നത് കൊണ്ടും 2026 നീറ്റ് എക്സാം കുറച്ചുകൂടെ സിമ്പിൾ ആയതുകൊണ്ടും നമ്മൾ ഇനിയും വരാൻ പോകുന്ന റീനീറ്റ് കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നല്ല കുറെ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നത് എന്താ? നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇനർഷ്യ എന്ന് പറയുന്ന ഒരു ഐഡിയ ഒക്കെ പഠിക്കുന്നുണ്ട്, അല്ലേ? ഇനർഷ്യ എന്ന് പറയുന്ന ഒരു ഐഡിയ പഠിക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഇനർഷ്യ പഠിക്കുക, ടൈപ്സ് ഓഫ് ഇനർഷ്യ പഠിക്കുക. അത് കഴിഞ്ഞ് ഇവിടുന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ന്യൂട്ടന്റെ ലോസ്, അല്ലേ? ന്യൂട്ടൺസ് ലോസ്. ന്യൂട്ടന്റെ ലോസ് എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ന്യൂട്ടന്റെ ലോസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ലോ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് പയ്യനെ ന്യൂട്ടൺസ് ലോസ്, അപ്പം അറിയാലോ ഫസ്റ്റ് ലോ ഒന്നും ഞാൻ പറയുന്നില്ല, ഫസ്റ്റ് ലോ എന്താണെന്നൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. ഇവിടുന്ന് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ പയ്യനെ മൊമെന്റം എന്ന് പറഞ്ഞ ഐഡിയയിലേക്ക് എത്തും, അല്ലെ? മൊമെന്റം എന്ന് പറഞ്ഞ ഐഡിയ എത്തും. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. ഈ മൊമെന്റത്തിന്റെ റേറ്റ് ചേഞ്ച് ആണ് ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dp/dt ആണ്. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് വിളിക്കുന്നത്. ആ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, ലോസ് ഓഫ് മോഷനിൽ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ഒരു 95% ക്വസ്റ്റ്യനും സെക്കൻഡ് ലോയിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. അതായത് സെക്കൻഡ് ലോയുമായി കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ നിർബന്ധമായിട്ടും സെക്കൻഡ് ലോ പ്രോപ്പർ ആയിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ ആ സെക്കൻഡ് ലോയുടെ ആപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് പഠിക്കുക. സെക്കൻഡ് ലോയുടെ വെക്ടർ ഫോം, സെക്കൻഡ് ലോ എന്താണ്, അവിടെ F=ma എന്ന റിലേഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇവിടുന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, F=ma എന്ന ഐഡിയയിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇമ്പൾസ്, അല്ലേ? ഇമ്പൾസ് മൊമെന്റം തിയറം ഒക്കെ പഠിക്കുന്നു. അപ്പൊ ഇമ്പൾസിന്റെ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴത്തേക്ക് ഇമ്പൾസ് ഈസ് ഓൾസോ നോൺ ആസ് ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി. അവിടുന്ന് ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ്. അവിടെ മാസ് ഇൻറ്റു വെലോസിറ്റി v - u എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നു. അവിടെ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ക്രിക്കറ്റ് ബോൾ എടുത്ത് ബോളയിൽ എറിയുന്നു, ഇൻക്ലൈൻഡ് ആയിട്ട് എറിയുന്നു, വാട്ടർ ജെറ്റ് വെച്ച് വെള്ളം വെച്ച് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ കോൺസെപ്റ്റ്, ആ ഐഡിയ ഒക്കെ പഠിക്കുക. പിന്നെ നമ്മൾ പയ്യനെ തേർഡ് ലോയിലേക്ക് എത്തുന്നു, ന്യൂട്ടന്റെ തേർഡ് ലോ. ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ന്യൂട്ടന്റെ തേർഡ് ലോ. തേർഡ് ലോ ഒക്കെ നിങ്ങൾക്കറിയാം, ഫോർ എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ തേർഡ് ലോയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഫ്രീ ബോഡി ഡയഗ്രാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കി വെക്കാവുന്ന ഒരു മേഖലയാണ് കണക്റ്റഡ് സിസ്റ്റം. അപ്പൊ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് തരാം. സെക്കൻഡ് ലോഡ് ഐഡിയ വൃത്തിക്ക് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കണക്റ്റഡ് സിസ്റ്റം നിർബന്ധമായിട്ടും അടിപൊളിയാക്കുക. ഇമ്പൾസ് മൊമെന്റം കോൺസെപ്റ്റ് നന്നായി പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലോക്സ് ഇൻ കോണ്ടാക്ട് വരും, ബ്ലോക്സ് കണക്റ്റഡ് ബൈ സ്ട്രിങ് വരും. അതേപോലെ തന്നെ നമുക്ക് എന്ത് വരും, പുള്ളി സിസ്റ്റം വരും. പുള്ളി സിസ്റ്റം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി സിസ്റ്റം ഒക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ പുള്ളി സിസ്റ്റവും പഠിച്ചതിന് ശേഷം, പുള്ളി സിസ്റ്റം ഒക്കെ അറിയാം, കണക്റ്റഡ് സിസ്റ്റം ഒക്കെ അറിയാം. ഇപ്പൊ ഇങ്ങനെ ഒരു സർഫസിൽ ഇവിടെ ഒരു ബ്ലോക്ക് ഇരിക്കുന്നു, എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ പഠിക്കും. ഇവന്റെ മാസ് m1 ആണ്, ഇവന്റെ മാസ് m2 ആണ്.
അല്ലേ? സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എ ആണ്, എന്നിട്ട് ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. ഈ ടൈപ്പ് ഓഫ് ടോപ്പിക്കുകൾ കോൺസെപ്റ്റുകളൊക്കെ കൂടുതൽ പഠിക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫോഴ്സുമായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് സ്ട്രിങ്ങിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തു എന്നുള്ളൊരു ഐഡിയ ഒക്കെ പഠിക്കും. അപ്പൊ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടെൻഷൻ ആണെന്നും ആ ടെൻഷൻ ഒരു പുള്ളിങ് ഫോഴ്സ് ആണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഒരു സർഫസിലേക്ക് ഒരു ബ്ലോക്ക് കൊണ്ടുവച്ചാൽ നമുക്കറിയാം ബ്ലോക്കിന്റെ വെയിറ്റ്, നമുക്കറിയാം ഡൗൺവേർഡ് വെയിറ്റ് ആക്ട് ചെയ്യുന്നു അല്ലേ? ആ വെയിറ്റിന്റെ ഇഫക്റ്റ് കാരണം താഴോട്ടൊരു ആക്ഷൻ കിട്ടുമെന്നും അതിന് അഗൻസ്റ്റ് ഒരു നോർമൽ റിയാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്നും, നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം കോണ്ടാക്ട് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്നും അവിടെ ആക്ഷൻ റിയാക്ഷൻ പെയർ ആക്ട് ചെയ്യുന്നുണ്ടെന്നും തേർഡ് ലോ ഒക്കെ പഠിക്കുക. അത് കഴിഞ്ഞ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിക്കണം. കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നത് എന്താ? ഒരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റവും ഫൈനൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റവും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ മൊമെന്റം കൺസർവ്ഡ് ആവണമെങ്കിൽ അവിടുത്തെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്നും പഠിക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും ഈ ഏരിയാസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഏരിയ ആണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ്. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ്. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ്. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ് VG ഈക്വൽ ടു മൈനസ് MB VB ബൈ MG എന്നൊരു ഐഡിയ നിങ്ങൾ പഠിക്കുന്നുണ്ട്. റീകോയിൽ MB മാസ് ഓഫ് ദ ബുള്ളറ്റ്, VB വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്, MG മാസ് ഓഫ് ദ ഗൺ ആണ്. നമുക്ക് അവിടുന്ന് റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ. നെഗറ്റീവ് വരാനുള്ള റീസൺ എങ്ങോട്ടാണോ ബുള്ളറ്റ് പോകുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗണ്ണ് റീകോയിൽ ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പുള്ളി സിസ്റ്റം ഒക്കെ ഒന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ഒരു പുള്ളി സിസ്റ്റം ഉണ്ട് അല്ലെ? അവർക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പുള്ളി സിസ്റ്റത്തിൽ ഞാനൊരു മാസ് അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇവിടുന്ന് മറ്റൊരു മാസ് കൂടി അറ്റാച്ച് ചെയ്ത് വെക്കുന്നു അല്ലെ? ഇവിടുന്ന് ഇങ്ങനെ ഒരു മാസ് കൂടി അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. ഈ ഫസ്റ്റ് ബ്ലോക്കിന്റെ മാസ് M1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ സെക്കൻഡ് ബ്ലോക്കിന്റെ മാസ് M2 ആണ്. ഇവിടുന്ന് ഡൗൺവേർഡ് ഇവന്റ് ആക്സിലറേഷൻ A ആണ്, അപ്വേർഡ് ഇവന്റ് ആക്സിലറേഷൻ A ആണ്. ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ T ആണ്. അപ്പൊ അവിടുന്ന് അവർക്ക് എന്തൊക്കെ ചോദിക്കാം? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം? ഇപ്പൊ സപ്പോസ് M1 ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ M1 മൈനസ് M2 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന റിലേഷൻ കിട്ടും. അതുപോലെ നമ്മളോട് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം അവിടുത്തെ സ്ട്രിങ്ങിലെ ടെൻഷൻ എത്രയാണ്? അപ്പൊ 2M1 M2G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും എൻട്രൻസ് എക്സാം ഹാളിൽ എത്തുന്ന ഒരു വിദ്യാർത്ഥിയും ഈ പുള്ളി സിസ്റ്റം ഇങ്ങനെ വന്നാൽ ദേ ആക്സിലറേഷൻ ഇതാണ്, അല്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനെ വന്നാൽ ദേ ടെൻഷൻ ഇതാണ് എന്ന് പഠിച്ചു വെച്ചാൽ പോലും അതെല്ലാ ഇക്വേഷനും അവിടെ യൂസ്ഫുൾ ആവില്ല. അപ്പൊ ആ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? പുള്ളി സിസ്റ്റം വരച്ചിട്ട് അവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് എങ്ങനെയാണ് ടെൻഷനും ആക്സിലറേഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഐഡിയ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ആ ഐഡിയ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ലോസ് ഓഫ് മോഷന്റെ ആദ്യത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് മെക്കാനിക്സ് പോലൊരു ഏരിയ ഇപ്പൊ +2 ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് എടുത്തപ്പം കുറച്ചുകൂടെ തിയററ്റിക്കൽ പാർട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പിന്നെയും പറഞ്ഞു അവിടെ തിയറി അറിയണം, ഇവിടെ തിയറി അറിയണ്ടെന്നല്ല. പക്ഷേ ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് കാര്യമായി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് മെക്കാനിക്സ്. പ്രത്യേകിച്ച് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ ലോസ്, ആ ഒരു ഏരിയ ഒക്കെ, റൊട്ടേഷണൽ മോഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, സോളിഡ്സ്, പിന്നെ അതുപോലെ വേവ്സ്, ഓസിലേഷൻ ഒക്കെ വരും. അപ്പൊ നിങ്ങൾ നിർബന്ധമായി ഈ ഐഡിയ ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കിയാൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നോക്കിക്കേ. എ ബോഡി ഓഫ് മാസ് 4 kg എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ 4 kg മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ആക്ടിങ് ഓൺ ദ ബോഡി. ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്സിലറേഷൻ ആണല്ലോ വേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? നമുക്കറിയാവുന്ന റിലേഷൻ എന്താ? F is equal to ma. നമുക്ക് വേണ്ടത് ആക്സിലറേഷൻ ആണല്ലോ. ആക്സിലറേഷൻ ഫോഴ്സ് ബൈ മാസ് അല്ലേ?
മക്കളുടെ ഇതും വെക്റ്റർ ഫോം ആണ്, ഇതും വെക്റ്റർ ഫോം ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ നമുക്ക് ജസ്റ്റ് അവിടുന്ന് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ചുമ്മാ ആഡ് ചെയ്താൽ മതി. 5i + 3i ദാറ്റ് ഈസ് ഈക്വൽ ടു 8i. അടുത്തത് 8j - 4j. 8 - 4 അത് +4 ആണ്, അപ്പൊ 4j. അടുത്തത് 7 ആണ്, അടുത്തത് -3 ആണ്, അപ്പൊ k എന്ന് പറയുന്നത് +4k എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഇനിയും ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കാണേണ്ട കാര്യമില്ല, കാരണം ഓപ്ഷൻസ് വെക്ടർ ഫോമിലാണ്. ഓപ്ഷൻസ് ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡിലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്നേനെ, ഇവന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യേണ്ടി വന്നേനെ. ക്ലിയർ? അപ്പൊ ഞാൻ എഴുതാൻ പോണു ആക്സിലറേഷൻ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 8i + 4j + 4k ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 4 ആണ്. അപ്പൊ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2i + j + k എന്ന് കിട്ടും. ഏത് ഓപ്ഷൻ എടുക്കാം മക്കളെ? വിച്ച് ഓപ്ഷൻ? 2i + j + k ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ബോഡി ഓഫ് മാസ് 2 kg മൂവിങ് വിത്ത് എ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആ വെലോസിറ്റി വെച്ചിട്ട് എൻഡേഴ്സ് ഇൻ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഫീൽഡ് 6 ന്യൂട്ടൺ ഡയറക്റ്റഡ് അലോങ് പോസിറ്റീവ് സെഡ് ആക്സിസ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 3i + 4j ആണ്. എൻഡേഴ്സ് ഇൻ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഫീൽഡ് 6 ന്യൂട്ടൺ അലോങ് പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് 6k ആണ്. കാരണം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അലോങ് സെഡ് ആണ്, അതുകൊണ്ടാണ് k എന്ന് പറയുന്നത്. ഓക്കെ. ഇഫ് ദ ബോഡി റിമൈൻസ് ഇൻ ദി ഫീൽഡ് ഫോർ എ പീരീഡ് 5/3 സെക്കൻഡ്, 5/4 സെക്കൻഡ് സമയത്തേക്കാണ് ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫോഴ്സ് കാരണം ആ ബോഡി ആക്സിലറേറ്റ് ചെയ്യും. വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഫോഴ്സ് അലോങ് x ആക്സിസ് 0 ആണ്, അതുപോലെ ഫോഴ്സ് അലോങ് y ആക്സിസ് 0 ആണ്. അപ്പൊ ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ? സെഡ് ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ വെലോസിറ്റി അലോങ് എക്സിലും വൈയിലും മാത്രമേ ഉള്ളൂ. അപ്പൊ സെഡ് ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? ആക്സിലറേഷൻ കാണാൻ ഫോഴ്സ് ബൈ മാസ് എടുക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് എത്രയാ? ഫോഴ്സ് 6 ആണ്, മാസ് എത്രയാ? 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3k എന്ന് കിട്ടും. 3k എന്ന് കിട്ടും. വൈ? ബിക്കോസ് ഫോഴ്സ് ബൈ മാസിൽ ഫോഴ്സ് എന്ന് പറയുന്നത് 6k ആണ്. ഫോഴ്സ് അലോങ് സെഡേ ഉള്ളൂ. അപ്പൊ ആക്സിലറേഷനും അലോങ് സെഡേ ഉള്ളൂ. അതിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ചോദിച്ചത് എന്ത് കാണാനാണ്? വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ എമർജ് ഔട്ട് ഫ്രം ദ ഫോഴ്സ് ഫീൽഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റി v എന്ന് പറയുന്നത് u + at ആണ്. ആക്സിലറേഷൻ k ഡയറക്ഷനിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വെലോസിറ്റി ഒൺലി അലോങ് x ആൻഡ് y ആണ്. അപ്പൊ വെലോസിറ്റി അലോങ് z ഡയറക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി അലോങ് z 0 ആണ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 0. ഈ കാണുന്ന ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പൊ നമുക്ക് എഴുതാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് 3k ആണ് അല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് 3k ആണ് അല്ലേ? ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാ? ടൈം എന്ന് പറയുന്നത് 5/3 ആണ്. 5/3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നാ കിട്ടും? എമർജ് ഔട്ട് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 3യും 3യും വെട്ടിപ്പോയി 5k എന്ന് കിട്ടും. 5k എന്ന് കിട്ടും. പക്ഷെ ആ എമർജ് ഔട്ട് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി 5k അല്ല. റീസൺ എന്താ? ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലാ? സോറി, ആക്സിലറേഷൻ അല്ല, ഫോഴ്സ് ഏത് ഡയറക്ഷനില? സെഡ് ഡയറക്ഷനിലാണ്. ആക്സിലറേഷൻ അതുകൊണ്ട് ഏത് ഡയറക്ഷനില? സെഡ് അല്ലെങ്കിൽ കെയിലാണ്. അപ്പം ഇനിഷ്യലി ഉള്ള ഐ ക്യാപ്പിനും ജെ ക്യാപ്പിനും മാറ്റമില്ല, കെ ക്യാപ്പിന് മാത്രമേ മാറ്റമുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ 3i + 4j + 5k. സോ ആൻസർ ഏതെടുക്കാം? 3i + 4j + 5k. ആൻസർ ഈസ് ഓപ്ഷൻ ഡി എടുക്കാം. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 500 gram. അപ്പൊ മാസ് എന്ന് പറയുന്നത് 500 gram ആണ്. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാം 0.5.
വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി v എന്ന് പറയുന്നത് 4√x ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്ര? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ്. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാസ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ടേമിലേക്ക് നോക്കിക്കേ, അത് വെലോസിറ്റി ആസ് ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. കണ്ടോ, വെലോസിറ്റി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് എക്സിലാണ്. വെലോസിറ്റി ഫങ്ഷൻ ഓഫ് എക്സിലാണെങ്കിൽ ആക്സിലറേഷൻ കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്സിലറേഷൻ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണെങ്കിൽ v എത്രയാ? v എന്ന് പറയുന്നത് 4√x ആണ്. ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, തന്നിരിക്കുന്ന വെലോസിറ്റിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിൽ 4 കോൺസ്റ്റന്റ് ആണ്. √x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2√x എന്ന് കിട്ടും. സോ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ √x കട്ട് ചെയ്യാം. ഈ 2ഉം 4 കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് 2 കിട്ടും. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 8 m/s² എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ആക്സിലറേഷൻ കിട്ടി 8 m/s². പക്ഷെ ചോദിച്ചത് ആക്സിലറേഷൻ അല്ല, ഫോഴ്സ് ആണ്. വാട്ട് ഈസ് ഫോഴ്സ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 0.5 ആണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് 8 ആണ്. 0.5 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പോൾ അത് കട്ട് ചെയ്താൽ 8 ന്യൂട്ടനെ കട്ട് ചെയ്താൽ 1/2 4 ന്യൂട്ടൺ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ 2 എടുക്കാവുന്നതാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ക്യൂബിക് ബ്ലോക്ക് ഓഫ് മാസ് m സ്ലൈഡിംഗ് ഡൗൺ ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ആംഗിൾ 60 ഡിഗ്രി. അതായത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈ ആംഗിൾ ഞാനിപ്പോൾ തീറ്റ എന്ന് വിളിക്കുന്നു. വിത്ത് ആൻ ആക്സിലറേഷൻ g/2. വാട്ട് ഈസ് ദ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ കൈനറ്റിക് ഫ്രിക്ഷൻ? നമുക്ക് അതിലേക്ക് വരാം, ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ടേമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പഠിക്കണം. ഞാൻ കണക്റ്റഡ് സിസ്റ്റം വരെയുള്ള ജസ്റ്റ് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് കേട്ട് വരാം, അല്ല വലിയ കാര്യങ്ങളൊന്നുമില്ല. ഫ്രിക്ഷൻ. അപ്പൊ ഈ ചാപ്റ്ററിലെ അടുത്തൊരു മേജർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. നിങ്ങൾ 2026 നീറ്റിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കൂ. 2026 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ട്രക്ക് ട്രാവൽ ചെയ്യുമ്പം അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ അവിടുത്തെ ആക്സിലറേഷനോ ഫോഴ്സോ അങ്ങനെ എന്താണ് ഫ്രിക്ഷനോ, കൃത്യം ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അതൊക്കെ കാണിക്കാം. റിലേറ്റഡ് ടു ഫ്രിക്ഷൻ ആണ്, റിലേറ്റഡ് ടു സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫ്രിക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നീറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ലോസ് ഓഫ് മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ഫ്രിക്ഷൻ. അപ്പം നിങ്ങൾക്കറിയാം, ഫ്രിക്ഷൻ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ പാരലൽ ടു കോണ്ടാക്ട് സർഫസ് ആണ്. ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നോർമൽ റിയാക്ഷൻ ആണ്. ബേസിക്കലി നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഫ്രിക്ഷനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ? സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് അല്ലേ? സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഡൈനമിക് ഫ്രിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റിലേറ്റഡ് ടു ബോഡി അറ്റ് റെസ്റ്റ് ആണ് അല്ലേ? ഡൈനമിക് ഫ്രിക്ഷൻ റിലേറ്റഡ് ടു ബോഡി ഇൻ മോഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ FS ആണ്. FS എന്ന് പറഞ്ഞാൽ μs ഇൻറ്റു n ആണ്. μs എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഡൈനമിക് ഫ്രിക്ഷൻ റിലേറ്റഡ് ടു മോഷൻ ആണ്. FK എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. μk ഇൻറ്റു n ആണ്, വേർ μk is known as കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ റിലേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി എപ്പോഴും ഓർത്തോണം, ഒരു സർഫസ് എടുത്താൽ അവിടുത്തെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മച്ച് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. അതിനെ കൈനറ്റിക് ഫ്രിക്ഷൻ കുറച്ചുകൂടെ ഗ്രേറ്റർ ആയിരിക്കും കമ്പയർഡ് ടു റോളിംഗ് ഫ്രിക്ഷൻ. ഏറ്റവും ചെറുത് റോളിംഗ് ആണ്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാവുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും കൂടെ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിക്കുന്നുണ്ട്. അതിൽ ആരാണ് ബോഡി അറ്റ് റെസ്റ്റ്, എവിടെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എവിടെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, എവിടെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നൊക്കെ പഠിക്കുന്നുണ്ട് നിങ്ങൾ. ഇവിടെ ബോഡി റെസ്റ്റിലായിരിക്കും, ഇവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്, ഇവിടെ ലിമിറ്റിംഗ് ആണ്, ഇവിടെ കൈനറ്റിക് ആണ് അല്ലേ, ഇവിടെ സ്റ്റാറ്റിക് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു നോക്കുക. അതുപോലെ ആംഗിൾ ഓഫ് റീപോസ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അങ്ങനത്തെ ഐഡിയ ഒക്കെ പഠിച്ചു നോക്കുക. ഫ്രിക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മിക്കപ്പോഴും നീറ്റ് എക്സാമിന് ചോദിച്ചു കാണാറ്. ഫ്രിക്ഷനിൽ നിന്ന് നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, നല്ല ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻ JEE മെയിൻസിലേക്കൊക്കെയാണ് ചോദിക്കുന്നത്. നീറ്റിന് ചോദിക്കുന്ന അത്ര വലിയ സംഭവമൊന്നുമല്ല.
നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്. യെസ്, അപ്പം നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ ഫ്രിക്ഷൻ കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഡൈനാമിക് സർക്കുലാർ മോഷൻ ആണ്. സർക്കുലാർ മോഷൻ. അപ്പൊ ഡൈനാമിക് സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ എന്ത് വരുന്നു? ബാങ്കിങ് ഓഫ് റോഡ് കയറി വരും അല്ലെ? ബാങ്കിങ് ഓഫ് റോഡ് വരും. പിന്നെ കാർ മൂവിങ് ഓൺ എ ലെവൽ റോഡ് വരും. ലെവൽ റോഡിലെ മാക്സിമം വെലോസിറ്റി റൂട്ട് μRg ആണ് അല്ലെ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരും. അതുപോലെ അവിടെ ഒരു ബ്ലോക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ കോൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആക്സലറേഷൻ μg ആണെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ബാങ്കിങ് ഓഫ് റോഡിന്റെ കേസിൽ വെലോസിറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് ഡെറിവേഷൻ എന്ന് പറയാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിലേക്ക് ഈ ചാപ്റ്റർ വന്നപ്പോഴത്തേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. നമുക്ക് നോക്കി വരാം. എ ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് സ്ലൈഡിംഗ് ഡൗൺ ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക് ഇരിപ്പുണ്ട്. സോറി, മാസ് m ആണ്. സ്ലൈഡിംഗ് ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ g/2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ചോദിച്ചത് എന്ത് കാണാനാ? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചാപ്റ്ററിൽ ഇവിടെ ഒക്കെ നമ്മൾ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ കണ്ട ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ബ്ലോക്കിനെ ഡൗൺവേർഡ് കൊണ്ടുവരുന്നത് ആരാ? ഡൗൺവേർഡ് കൊണ്ടുവരുന്നത് അവിടുത്തെ വെയിറ്റിന്റെ കോമ്പണന്റ് ആകുന്ന mg സൈൻ തീറ്റയാണ്. എന്നാൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ ആര് ആക്ട് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് ഫ്രിക്ഷൻ Fk ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാം അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് mg സൈൻ തീറ്റ മൈനസ് ഓപ്പോസിറ്റ് കൈനറ്റിക് ഫ്രിക്ഷൻ Fk വിച്ച് ഈസ് ഈക്വൽ ടു ma ആണ്. അപ്പൊ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് mg സൈൻ തീറ്റ മൈനസ് Fk. വാട്ട് ഈസ് Fk? Fk എന്ന് പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഒപ്പോസിംഗ് ആയിട്ടുള്ള Fk എന്ന് പറഞ്ഞാൽ μk ഇൻറ്റു n ആണ്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, μk ഇൻറ്റു n ആണ് അല്ലേ? അപ്പൊ Fk എന്ന് പറയുന്നത് μk ഇൻറ്റു n ആണ്. n ആരാ? n എന്ന് പറയുന്നത് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ആണ്. ആ നോർമൽ റിയാക്ഷൻ ആരാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അത് mg സൈൻ തീറ്റ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോറി, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് mg കോസ് തീറ്റ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ μk ഇൻറ്റു n പകരം mg കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ma. ഇനി ഇവിടുന്ന് കോമൺ ആയിട്ട് ആരെ കട്ട് ചെയ്യാം? എന്താ, ഈ മാസിന്റെ വാല്യൂസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് നമുക്ക് ആരെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം? g വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ g കോമൺ ആയിട്ട് പുറത്തെടുത്ത് അപ്പൊ എന്നാ വരും? സൈൻ തീറ്റ മൈനസ് μk ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു ആക്സിലറേഷൻ. ആക്സിലറേഷൻ g/2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിച്ച് ഈസ് ഈക്വൽ ടു g/2 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടുന്ന് ഈ ജിയും ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ തീറ്റ എത്ര? 60 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ് മൈനസ് μk ഇൻറ്റു കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ബാക്കി നിങ്ങൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. μk എന്ന് പറയുന്നത് നമുക്ക് √3 - 1 എന്ന് കിട്ടും. ഇത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാൽക്കുലേഷൻ ഇനി ഞാൻ ഇട്ടിരുന്ന് ചെയ്ത് സമയം കളയുന്നില്ല. ഓപ്ഷൻ ഡി പിക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഡി പിക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? സിമ്പിൾ ലോജിക്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വാളിറ്റി ഉള്ള നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. യെസ്, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നിങ്ങൾ നോക്കിക്കേ, JEE 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. JEEക്കൊക്കെ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും പിൽക്കാലത്ത് നീറ്റിലേക്കൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. നിങ്ങൾ JEE ആണെന്നുള്ള കാര്യത്തിലേക്കൊന്നും ചിന്തിക്കേണ്ട. അത് പലതവണ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈവൻ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഉൾപ്പെട്ട ഫിഗർ ആണിത്. ലോസ് ഓഫ് മോഷൻ എടുത്ത് നോക്കുക. ലോസ് ഓഫ് മോഷന്റെ NCERT എടുത്ത് നോക്കുക. ഈ ഫിഗർ ഒക്കെ അതിലുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? എ 1 kg mass is suspended from the ceiling of a rope of length 4 meter. A horizontal force F is applied at the midpoint of the rope. Make an angle 45 degree with respect to the vertical axis shown in the figure.
മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ്. ഒന്നുമില്ല, സിമ്പിളാണ്. ഞാൻ ഒറ്റയടിക്ക് ആൻസർ പറയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് വേണമെങ്കിൽ പറയാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവന്റെ വെയിറ്റ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? വെയിറ്റ് ആരാ? എം ജി അല്ലേ? എം എന്ന് പറയുന്നത് 1 ആണ്, ജി എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇത് താഴോട്ട് 10 ന്യൂട്ടൺ എന്ന് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആംഗിൾ 45 ആണെങ്കിൽ ആ ആംഗിൾ 45 ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ദേ ഇവിടുന്ന് നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ, ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഈ ആംഗിളും 45 ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ റോപ്പിനെ 45 ഡിഗ്രി, ഈ കാണുന്ന റോപ്പിനെ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നിർത്തണമെങ്കിൽ ഈ ഡൗൺവേർഡ് ഉള്ള ഫോഴ്സും ഈ ഫോഴ്സും സെയിം ആയിരിക്കണം. എന്താ റീസൺ? നിങ്ങൾ നോക്കിക്കേ, ഈ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇത് ടെൻഷനാണ്. ആ ടെൻഷനെ നിങ്ങൾക്ക് 2 കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്താൽ ദാ ഇങ്ങോട്ടൊരു കോമ്പണന്റ് കിട്ടും, ടെൻഷൻ എലോങ് വൈ ഡയറക്ഷൻ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു കോമ്പണന്റ് കിട്ടും, അത് ടെൻഷൻ എലോങ് എക്സ് ഡയറക്ഷൻ ആണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ടെൻഷൻ എലോങ് എക്സ് എന്ന് പറയുന്നത് ടെൻഷന്റെ സൈൻ കമ്പോണന്റ് ആണ്, സൈൻ 45 ആണ്. അതുപോലെ ടെൻഷൻ എലോങ് വൈ എന്ന് പറയുന്നത് ടെൻഷന്റെ കോസ് 45 ആണ്. അപ്പൊ നിങ്ങൾ കോസ് 45 വാല്യൂ എടുത്താലും ശരി, സൈൻ 45 എടുത്താലും ശരി, അത് ഈക്വൽ ആണ്. അപ്പൊ ഈ കാണുന്ന ഈക്വൽ അപ്വേർഡിന് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ അതേ ഈക്വൽ ഹൊറിസോണ്ടലിന് ഓപ്പോസിറ്റ് ഈ വാല്യൂ 10 ആയിരിക്കണം. സോ ഒബ്വിയസ്ലി ഇത് 10 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈസി ആയിട്ട് ഓപ്ഷൻ ബി എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ലോജിക്കൽ ഈസി മെത്തേഡിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. യെസ്, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. കണക്റ്റഡ് സിസ്റ്റം. കണക്റ്റഡ് സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കണക്റ്റഡ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. ഈ വരുന്ന റീനീറ്റിന് ഞാനൊരു എക്സ്പെക്ടേഷൻ, കണക്റ്റഡ് സിസ്റ്റം, നമുക്ക് കണക്റ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഈ വർഷത്തെ 2026 നീറ്റിന് വരും നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റും. നമുക്ക് എക്സാക്ട് ഇത് വരുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് പറയാൻ പറ്റും എക്സാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പറയാം. ഒരു ഉൾവിളി അല്ല, അങ്ങനെയൊക്കെ നമുക്ക് ഏകദേശം പറയാം. അല്ലാതെ ഒരിക്കലും നമുക്ക് പ്രഡിക്ഷൻ ഒന്നും പ്രോപ്പറായിട്ട് പറ്റുന്നില്ല. അത് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അടിച്ചു മാറ്റുന്നില്ലല്ലോ. നമ്മളൊക്കെ ജെന്യുവിൻ ആയിട്ട് പഠിച്ച് കഷ്ടപ്പെട്ടല്ലേ മക്കളെ പോയി എക്സാം എഴുതുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച് പരീക്ഷയൊക്കെ മര്യാദയ്ക്ക് എഴുതാം. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ജെന്യുവിൻ ആയിട്ട് എഴുതാം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല, അങ്ങനെയാണല്ലോ. നമുക്ക് വളരെ ജെന്യുവിൻ ആയിട്ട് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തേയില്ല. യെസ്, കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം. കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്ലോക്കുകൾ തമ്മിലുള്ള കണക്ഷൻ ആവാം, ബ്ലോക്ക് ആൻഡ് സ്ട്രിങ് ആവാം, ബ്ലോക്ക് ഓൺ ബ്ലോക്ക് ആവാം, ബ്ലോക്ക് പുള്ളി സിസ്റ്റം ആകാം. ഇവിടെയൊക്കെ നിങ്ങൾ ഓർത്തോണം, അതൊക്കെ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ സെക്കൻഡ് ലോ? സെക്കൻഡ് ലോ എന്ന് പറയുന്നത് F=ma. നമ്മൾ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. എളുപ്പം മെത്തേഡാണ്. അവിടുന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് F=ma. F=ma. ഇനി ഓർത്തോണം, ഇവിടുന്ന് ആക്സിലറേഷൻ എന്താ? ഫോഴ്സ് ബൈ മാസ് ആണ്. എപ്പോഴും ഓർത്തോണം, കണക്റ്റഡ് സിസ്റ്റം ആണോ, നിങ്ങൾ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കുക. കണക്റ്റഡ് സിസ്റ്റം ആണല്ലോ, അപ്പോൾ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അത് അവിടുത്തെ കോമൺ ആക്സിലറേഷൻ ആയിട്ട് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ 2 ബ്ലോക്കുകളെ സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്യുമ്പോഴും, 2 ബ്ലോക്കുകൾ അല്ലെങ്കിൽ 3 ബ്ലോക്കുകൾ അല്ലെങ്കിൽ 10 ബ്ലോക്കുകൾ കോൺടാക്റ്റിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അവിടെ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ആണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മുടെ ഓരോ ബ്ലോക്കിന്റെയും ഇൻഡിവിജ്വൽ ആക്സിലറേഷൻ ആണെന്ന് തന്നെ കണക്ട് ചെയ്യുക. ഇപ്പൊ ഉദാഹരണം, നമ്മളൊരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുക. ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പം ട്രെയിനിന്റെ ആക്സിലറേഷൻ A ആണെന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ 1ാമത്തെ ബോഗിയുടെ ആക്സിലറേഷനും ട്രെയിനിന്റെ 10ാമത്തെ ബോഗിയുടെ ആക്സിലറേഷനും ട്രെയിനിന്റെ 22ാമത്തെ ബോഗിയുടെ ആക്സിലറേഷൻ A ആണ്. അതൊരു ഡൗട്ടും ഇല്ല, ബിക്കോസ് കോമൺ ആക്സിലറേഷൻ ആണ്. ക്ലിയർ? യെസ്. അപ്പൊ അതേ മെത്തേഡാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ സിസ്റ്റം 80 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തല്ലേ പോകുന്നത്. അപ്പൊ ഈ സിസ്റ്റം ഉറപ്പായിട്ട് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും, കാരണം നിങ്ങൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം റൈറ്റിലോട്ട് ആക്സിലറേറ്റ് ചെയ്യും, അതിലൊരു ഡൗട്ടും ഇല്ല. ആ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ബൈ മാസ് ആണ് ആക്സിലറേഷൻ.
ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇത് ടോട്ടൽ ഫോഴ്സ് ആണ്, മറക്കരുത്. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് ആണ്. ഇത് സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് ആണ്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാ? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 80 ആണ്. ടോട്ടൽ മാസ് എത്രയാ? മാസുകളുടെ സം എടുക്കുക. 5ഉം 3ഉം 8ഉം 2ഉം 10 0 0 വെട്ടിപ്പോയി. എത്ര കിട്ടി? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടെ ചോദിച്ചത് എന്ത് കാണാനാ? ദ ടെൻഷൻ T1 ആൻഡ് T2 ഇൻ ദ സ്ട്രിങ് റെസ്പെക്റ്റീവ്ലി. അപ്പം ഈ ടെൻഷനൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കണക്റ്റഡ് സിസ്റ്റത്തിന്റെ പല ലോജിക്കുകൾ ഡയറക്റ്റ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ F=ma പഠിച്ചാൽ മതി. പക്ഷെ ഞാൻ നിങ്ങളോട് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറയാം. ടെൻഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ടെൻഷൻ ഏതൊരു പോയിന്റിലെയും ടെൻഷൻ കാണാൻ, ഇങ്ങനെ ഹൊറിസോണ്ടൽ സർഫസിൽ കൂടെ പോകുന്ന കേസാണ് പറയുന്നത്. ടെൻഷൻ കാണാൻ മാസ് ബിഹൈൻഡ് ഇൻറ്റു ആക്സിലറേഷൻ എടുത്താൽ മതി. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലെ ടെൻഷൻ കാണാൻ ആ ടെൻഷന്റെ ബിഹൈൻഡ് പുറകിലുള്ള മാസ് ഇൻറ്റു ആക്സിലറേഷൻ, പുറകിലുള്ള എല്ലാ മാസും എടുക്കണം. സിമ്പിൾ. ഇവിടെ നോക്കി, ഇവിടുത്തെ ടെൻഷൻ ആരാ? T1 ആണോ? മാസ് ബിഹൈൻഡ് എത്രയാ? 5 അല്ലേ? T1ന്റെ ഈ സിസ്റ്റം ഇങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പൊ ഈ ടെൻഷന്റെ ബിഹൈൻഡ് ഉള്ള മാസ് ഈ 5 ആണ് അല്ലേ? ഇൻറ്റു ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു 8. അപ്പൊ 5 × 8 40 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ T2 അല്ലേ? കണ്ടോ, T2 മാസ് ബിഹൈൻഡ്, ഈ ടെൻഷന്റെ ബിഹൈൻഡ് ഉള്ള മാസ് 3 ആണ്. പക്ഷെ 3 മാത്രം എടുക്കരുത്, ഈ ടെൻഷന്റെ ബിഹൈൻഡ് 3ഉം ഉണ്ട്, ബിഹൈൻഡ് 5ഉം ഉണ്ട്. ടോട്ടൽ മാസ് എടുക്കണം. അപ്പൊ അത് 5ഉം 3ഉം 8 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ 8 തന്നെയാണ്. 8 × 8 64 ന്യൂട്ടൺ ആണ്. നമ്മളോട് ചോദിച്ചത് T1 T2 ടെൻഷൻ കണ്ടുപിടിക്കാനാണ്. സോ ആൻസർ കിട്ടി ഓപ്ഷൻ എ, 40 and 60. 40 and 60 കണ്ടോ, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ്. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻ ഒക്കെ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ ടെൻഷൻ ആരാ? ഫോഴ്സാ. ഫോഴ്സ് എന്താ? ഈ മാസ് ഇൻറ്റു സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ. ഇപ്പൊ ഇവിടുത്തെ ടെൻഷനാണ് ചോദിച്ചത്. അപ്പൊ ഈ മാസ് ഒറ്റയ്ക്ക് എടുക്കരുത്, കാര്യം ഈ ടെൻഷൻ ഇവനെയും വലിക്കുന്നുണ്ട്. അപ്പൊ ഈ മാസും എടുക്കണം. അപ്പൊ ഈ മാസ് 5 ആണ്, ഈ മാസം 3 ആണ്. 5 3 8 ഇൻറ്റു ആക്സിലറേഷൻ ആണ് എടുത്തത്. അത് തന്നെയാണ് ഈ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞതാണ്. എനിക്ക് നല്ല ഫീവർ ഉണ്ട്, അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമച്ചിങ്ങനെ ആക്കുന്നത് കേട്ടോ. അതിൻ്റെ AC ഇങ്ങനെ അടിച്ചിട്ടെ നല്ല ക്ഷീണം. യെസ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വൃത്തിക്ക് തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ. നമുക്ക് 2024 JEEക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ JEEയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വിചാരിക്കരുത്. കാര്യം നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. JEEയുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള നീറ്റിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് എല്ലാ ടൈപ്പും പറയേണ്ടത് കൊണ്ടാണ് ഇങ്ങനത്തെ നല്ല ക്വസ്റ്റ്യൻ എടുത്തത്. നീറ്റിന്റെ ക്വസ്റ്റ്യൻ നല്ലതല്ലെന്നല്ല, നീറ്റൊക്കെ ഓൾറെഡി നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള എൻ്റെ വിശ്വാസം. എന്നാൽ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എ ലൈറ്റ് അൺസ്ട്രെച്ചബിൾ സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ലൈറ്റ് പുള്ളി കണക്റ്റഡ് ബൈ 2 blocks masses m1 and m2. Acceleration of the system is g/8. Then the ratio of masses m2/m1. m2/m1. ഇവിടെ m2/m1 എന്ന് ചോദിക്കുമ്പം നമുക്ക് m2 ഗ്രേറ്റർ ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു പുള്ളി സിസ്റ്റം ആണെങ്കിൽ ഇങ്ങനെ ഒരു പുള്ളി സിസ്റ്റം ഉണ്ട്. ഞാൻ പുള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് വരച്ചു വിടുവാണ്. ഇവിടെയുള്ള മാസ് നമുക്ക് m2 എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെയുള്ള മാസ് നമുക്ക് m1 എന്ന് അസ്യൂം ചെയ്യാം. ആക്ച്വലി ഇതൊക്കെ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ സിസ്റ്റം താഴോട്ട് വരുന്ന ആക്സിലറേഷൻ a ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്ക് മുകളിലോട്ട് പോകുന്ന ആക്സിലറേഷൻ a ആണ്. ആ ആക്സിലറേഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഹയർ മാസിന്ന് ലോവർ മാസ് കുറയ്ക്കുക, m2 - m1 ഇൻറ്റു g ഡിവൈഡഡ് ബൈ സം ഓഫ് മാസ് ആണ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. m1 + m2. ഇതാ നിങ്ങൾ നോക്കിക്കേ, ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ കണ്ടോ,
നമ്മൾ പറയുന്നതൊക്കെ വരുമെന്നേ ആക്സിലറേഷൻ. അവിടെ ഞാൻ M1 ഹയർ ആണെന്ന് അസ്യൂം ചെയ്തു, അതുകൊണ്ടാണ് M1 മൈനസ് M2 എന്ന് എടുത്തത്. ഇവിടെ അവർ M2/M1 എന്ന റേഷ്യോ ചോദിച്ചുകൊണ്ടാണ് ഞാൻ M2 ഹയർ മാസ് ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പം ആ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് G/8 ആണ്. അപ്പം ആക്സിലറേഷൻ G/8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു M2 മൈനസ് M1 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരെയൊക്കെ കട്ട് ചെയ്യാം? ഈ G കട്ട് ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ M1 പ്ലസ് M2 വിച്ച് ഈസ് ഈക്വൽ ടു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8M2 മൈനസ് 8M1 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് M1 ആണ്, ഈ മൈനസ് 8M1 ലെഫ്റ്റ് സൈഡിലോട്ട് വരട്ടെ. അപ്പോൾ ഇത് എത്ര വരും? 9M1 എന്ന് വരും. അതുപോലെ 8M2ൻ്റെ അടുത്തേക്ക് M2 പോട്ടെ, അപ്പം നമുക്കത് 7M2 എന്ന് കിട്ടും അല്ലേ? നമ്മളോട് ചോദിച്ചത് M2/M1 ആണ്. M2/M1 എന്ന് പറഞ്ഞാൽ 9/7 എന്ന് കിട്ടും അല്ലേ? M2 ഇവിടെ നിൽക്കട്ടെ, M1 ഇപ്പുറത്തോട്ട് പോട്ടെ, അപ്പോൾ 7 ഇപ്പുറത്ത് വരണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 9/7 അല്ലെങ്കിൽ 9:7 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണ് അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഏരിയ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. യെസ്, എന്താ ചോദിച്ചിരിക്കുന്നത്? എ 2 kg brick begins to slide over a surface which is inclined at an angle 45 degree with horizontal. അതായത് 45 ഡിഗ്രി കണ്ടോ, 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള ഒരു ഇൻക്ലൈൻഡ് സർഫസ്. ആ ഇൻക്ലൈൻഡ് സർഫസിൽ ഇതാ ഇവിടെ ഒരു 2 kg ബ്ലോക്ക് വെച്ചിരിക്കുന്നു. 2 kg ബ്ലോക്ക്. ഓക്കെ, ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോർമലി ഈ സിസ്റ്റം താഴോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്സിലറേറ്റ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ എന്താ? ബിഗിൻസ് ടു സ്ലൈഡ് ഓവർ ദ സർഫസ് എന്നാണ് പറഞ്ഞത്. ബിഗിൻസ് ടു സ്ലൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവന്റെ വെയിറ്റ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഡൗൺവേർഡ് അല്ല, വെയിറ്റ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ആ വെയിറ്റിന്റെ ഒരു കോമ്പണന്റ് ഈ ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് mg സൈൻ തീറ്റയാണ്. ഓക്കെ, അതേപോലെ ഇതിന് ഓപ്പോസിറ്റ് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബിഗിൻസ് ടു മൂവ് ആകുമ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് ആണ്. ആ ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് എന്ന് പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റീപോസ് ആണെന്ന് നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്നുണ്ട്. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് എന്ന് പറയുമ്പോൾ അത് ആംഗിൾ ഓഫ് റീപോസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ആംഗിൾ ഓഫ് റീപോസ് എന്ന ഐഡിയ നമ്മൾ യൂസ് ചെയ്യണം. ആംഗിൾ ഓഫ് റീപോസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ എന്നാണ്. അറിയാത്തവർക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ബിഗിൻസ് ആണെങ്കിൽ mg സൈൻ തീറ്റ എന്തിനോട് ഇക്വലന്റ് ആയിരിക്കണം? fsനോട് ഇക്വലന്റ് ആവുക. fs ആരാ? മ്യൂസ് ഇൻറ്റു n ആണ്. n നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ mg കോസ് തീറ്റ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടുന്ന് mgയും കട്ടായി പോയാൽ മ്യൂസ് എന്നുള്ളത് സൈൻ ബൈ കോസ് എന്ന് കിട്ടും. അത് ടാൻ തീറ്റയാണ്. തീറ്റ എത്രയാ? 45 ആണ്. ടാൻ 45 എത്രയാ? 1 ആണ്. മ്യൂവിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ജെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നീറ്റ് എക്സാം സിമ്പിൾ ആണ്. ഒരു ഡൗട്ടും വേണ്ട. ഫിസിക്സ് ഒക്കെ ജെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നീറ്റ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കേ, ഒരു ജെഇ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ലെവല്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു ലെവല്, എന്നാൽ ഈ വർഷം ചോദിച്ച നീറ്റിനേക്കാളും കുറച്ചുകൂടെ മുകളിലേക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ ഒരിക്കലും ജെഇ ലെവലിലോട്ട് പോവാത്ത നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് വരാൻ സാധ്യത. ഒന്നാമത്, അപ്പൊ നിങ്ങൾ അത്രയും നല്ല ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു. മക്കളെ, ഇത് ക്ലിയർ അല്ലേടാ?
യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? കൺസിഡർ എ ബ്ലോക്ക്. താഴെ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവൻ കൊടുക്കുന്ന ഫോഴ്സ് 60 ന്യൂട്ടൺ ആണ്. ഒരു 20 കിലോഗ്രാം ട്രോളി മുകളിലുണ്ട്. ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ട്രോളി ആൻഡ് സർഫസ് ഈസ് 0.04. ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. നിങ്ങൾ ഓർക്കുക, ആക്സിലറേഷൻ ചോദിച്ചോ? സെക്കൻഡ് ലോ, F is equal to net force equal to mass into acceleration. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബ്ലോക്കിന്റെ വെയിറ്റ് കാരണം ഈ സിസ്റ്റം താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യും അല്ലേ? അപ്പം ആക്സിലറേഷൻ ഡൗൺവേർഡ് ആണ്. ആ ഡയറക്ഷനിലാണ് 60. അപ്പം ആക്സിലറേഷന്റെ അതേ ഡയറക്ഷനിലുള്ള ഈ ഫോഴ്സിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും. പക്ഷെ എന്നാൽ ആക്സിലറേഷൻ എങ്ങോട്ടാണോ? നിങ്ങൾ നോക്കിക്കേ, ഇത് ഡൗൺവേർഡ് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഇത് ടുവേർഡ്സ് റൈറ്റ് അല്ലേ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അതൊരു സർഫസിലാണ് ഇരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്? അതെ, ഈ കൈനറ്റിക് ഫ്രിക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആ കൈനറ്റിക് ഫ്രിക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് എങ്ങനെ എഴുതാം? നെറ്റ് ഫോഴ്സ് 60 മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് Fk ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ma, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ma, m എന്ന് പറയുന്നത് എപ്പോഴും ഇത് ടോട്ടൽ മാസ് ആണെന്ന് ഓർത്തോളുക. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ മാസ് എടുക്കണ്ട. ഒരാളുടെ മാസ് വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ ഇവിടുത്തെ ടെൻഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പോകണം, അത് ഡിഫിക്കൽറ്റി കൂടും. ആക്സിലറേഷൻ ഒക്കെ ചോദിച്ചാൽ സിസ്റ്റമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് ma ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ബൈ മാസ് ആണ്. നെറ്റ് ഫോഴ്സ് ആണ് 60 അലോങ് ദി ആക്സിലറേഷൻ പോസിറ്റീവ്, കൈനറ്റിക് ഫ്രിക്ഷൻ അഗൈൻസ്റ്റ് ദി ആക്സിലറേഷൻ, ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ആയത് നെഗറ്റീവ് എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു ma. m എന്ന് പറയുന്നത് ടോട്ടൽ മാസ് എടുക്കണം. ഇവന്റെ മാസ് എത്രയാ? 6 ആണ്. ഇവന്റെ മാസ് 20 ആണ്. സോ ടോട്ടൽ മാസ് 26 ആണ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? Fk, കൈനറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് Fk? Fk എന്ന് പറയുന്നത് μk ഇൻറ്റു n, നോർമൽ റിയാക്ഷൻ ആണ്. μk എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന വാല്യൂ ആണ്. നോർമൽ റിയാക്ഷൻ ഇതിന്റെ വെയിറ്റിനോട് ഓപ്പോസിറ്റ് ആണ്. ഇവന്റെ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ക്യാപിറ്റൽ mg എന്ന് വിളിക്കാം. ആ mg എന്ന് പറയുന്നത് 200 ആണ്. കാര്യം m 20 ആണ്, g 10 ആണ്, അത് 200 ആണ്. അപ്പൊ μk എന്ന് പറയുന്നത് 0.04 ആണ് ഇൻറ്റു 200 ആണ്. അപ്പൊ Fk എന്ന് പറയുന്നത് നമുക്ക് 8 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലേ? 8 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ 60 മൈനസ് Fk എന്ന് പറയുന്നത് 8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്നാ വരും? 26 ഇൻറ്റു എ. 60 മൈനസ് 8 52 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ഇൻറ്റു എ. Therefore a എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? a എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി എടുക്കാം. കണ്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ നോക്കിക്കേ, ഇത് ചോദിച്ചത് നീറ്റ് 2026. ഇപ്പൊ ക്യാൻസൽ ചെയ്ത നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് ഓഫ് മാസ് 15 kg kept on the floor of a stationary trolley. ഇങ്ങനെ ഒരു ട്രോളി ഉണ്ട്, ഒരു വണ്ടി. ഇതൊരു ട്രോളി ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതിലൊരു 15 kg ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ 15 kg എന്നൊന്നും വിളിക്കുന്നില്ല, m എന്ന് വിളിക്കാം. ഇനി എന്താ അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.12 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഞാനിപ്പം മ്യൂ എന്ന് അങ്ങ് വിളിക്കുന്നു. Keeping the box is stationary state over the trolley, the maximum acceleration. ആ ബ്ലോക്ക് അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ ഇതിന് മാക്സിമം എത്ര ആക്സിലറേഷനിൽ പോകാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ബ്ലോക്ക് ആക്സിലറേറ്റ് ചെയ്യും ആണോ? അപ്പൊ ഞാൻ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ടെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യും. അപ്പൊ എന്റെ ഒബ്സർവർ എവിടാ നിൽക്കുന്നത്? എന്റെ ഒബ്സർവർ നിൽക്കുന്നത് നോൺ ഇനർഷ്യൽ ഫ്രെയിമിലാണ് അല്ലേ? അയാൾ നിൽക്കുന്ന ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമിലാണ്. അപ്പൊ ആ ഒബ്സർവർ നോക്കുമ്പോൾ ആ ബ്ലോക്ക് എന്തിലായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്താൽ ആ സിസ്റ്റം എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ബോഡി സ്യൂഡോ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ ആ ബോഡി ഓപ്പോസിറ്റ് സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സ്യൂഡോ ഫോഴ്സ് ഇറ്റ് ഈസ് എ ഫോൾസ് ഫോഴ്സ്, ബിക്കോസ് ഇതൊരു നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്. എൻ്റെ ഒബ്സർവറിനെ വെച്ച്, ഒബ്സർവർ അവിടെ തന്നെ വെക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം, ഒരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒബ്സർവറിനെ എടുത്ത് ഫ്രെയിമിൽ വെച്ചു, അപ്പോൾ ഫ്രെയിം ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രെയിം ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതൊരു നോൺ ഇനർഷ്യൽ ഫ്രെയിമായി. എനിക്ക് അവിടെ സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ സ്യൂഡോ ഫോഴ്സ് എം എ ഓപ്പോസിറ്റ് ആണ്. ആ സ്യൂഡോ ഫോഴ്സ് കാരണം അത് സ്ലിപ്പ് ആവരുത്. സ്ലിപ്പ് ആവാതിരിക്കണമെങ്കിൽ ദാ ഇങ്ങോട്ട് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ആക്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഈ സ്യൂഡോ ഫോഴ്സും ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഈക്വലും ഓപ്പോസിറ്റും ആയാൽ മതി. അപ്പം എനിക്ക് പറയാൻ പറ്റും അവിടുത്തെ സ്യൂഡോ ഫോഴ്സ് ആരോട്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനോട് ഈക്വലൻ്റ് ആയാൽ ആ ബോഡി റെസ്റ്റിലായിരിക്കും. ഇനി വാട്ട് ഈസ് എഫ് എസ്? എഫ് എസ് മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. എഫ് എസ് മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. എൻ ആരാ? ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ. ആ നോർമൽ റിയാക്ഷൻ ആരാ? ഇതിൻ്റെ ഡൗൺവേർഡ് ഉള്ള വെയിറ്റ് എം ജി ആണ്. ഓക്കെ, അപ്പം മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് എം ജി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം എ എന്ന് കൊടുക്കാം. സോ ഇവിടുന്ന് എനിക്ക് എമ്മും എമ്മും കട്ട് ചെയ്യാം. സോ ആക്സിലറേഷൻ മ്യൂ എസ് ഇൻറ്റു ജി എന്ന് കിട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. മ്യൂ എസ് ഇൻറ്റു ജി എന്ന് കിട്ടി. ഒരു സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിലിരിക്കുന്ന ബ്ലോക്ക്, അതിലിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റിലിരിക്കണമെങ്കിൽ അവിടുത്തെ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് മ്യൂ എസ് ഇൻറ്റു ജി ആയിരിക്കണം. മ്യൂ എസ് എത്രയാ? 0.12 ആണ്. ജി എന്ന് പറയുന്നത് 10 ആണ്. സോ നിങ്ങൾക്ക് 0.12നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1.2 എന്ന് കിട്ടും. ഓപ്ഷൻ 2 എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അപ്പം മക്കളെ, ഇങ്ങനത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. സോ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനൊക്കെ വേണ്ടി ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സുകളും കോണ്ടന്റുകളും ഷെയർ ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് ഇനിയും കണ്ടുമുട്ടാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.